ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പം നമുക്ക് എല്ലാവരും ഇപ്പോൾ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യം രേണുസുതിയുടെ കുറച്ച് കാര്യങ്ങൾ കിച്ചുവായിട്ട് ബന്ധപ്പെട്ടത് എക്സ്പോസ്ഡായി. അത് കഴിഞ്ഞിട്ട് ഷെഫീന ബീബി, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ RJ ബിൻസി, അനീതിയെ പോലെ ഉള്ള ഒരു കുട്ടി അതിനെ കടിക്കുന്നു, പിച്ചുന്നു, മാന്തുന്നു. ഞാനിപ്പോൾ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ RJ ബിൻസിക്കെതിരെ അനീതി കുട്ടി വന്നിരിക്കുകയാണ്. മറിയ എന്നാണ് പേര്. അപ്പോൾ വന്നിട്ട് അവരെപ്പോഴും വീഡിയോസൊക്കെ ചെയ്ത് കളി തമാശയായിട്ടൊക്കെ ഓരോ കാര്യങ്ങളും ചെയ്തൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു. പക്ഷെ എന്തെന്നറിയത്തില്ല, പെട്ടെന്ന് ഇപ്പോൾ വന്നിട്ട് എന്നെ റീൽസ് എടുക്കുന്ന ആ സമയം മാത്രമേ ഉള്ളൂ എന്നോട് സ്നേഹം കാണിക്കുക, എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകുന്ന പോലും ഇല്ല ചാച്ചനുമൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് പറയുന്നുണ്ട്. അത് ശരിക്കുള്ള ഇവരുടെ കാര്യം ആയതുകൊണ്ട് നമുക്കത് കറക്റ്റാണോ എന്ന് പോലും ഉറപ്പ് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം ബിഗ് ബോസിലൊക്കെ പോയിട്ടുള്ളൊരു വ്യക്തിയാണ് RJ ബിൻസി എന്ന് പറയുന്നത്. ഒരാഴ്ച നിന്നിട്ടുള്ളെങ്കിൽ പോലും അത്യാവശ്യം നല്ല ഹേറ്റേഴ്സിനെ ഒപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം പല കാര്യങ്ങളും ചെയ്യുന്നു. അപ്പം ഈ വണ്ടി എടുക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെ. നമ്മുടെ വീട്ടിലൊരു വണ്ടി അത്യാവശ്യമാണ്, അതൊക്കെ നല്ലത്. അനിയത്തിയുടെ കാര്യങ്ങൾക്കായിട്ടൊക്കെ കോളേജിൽ പോകുന്നു, അതിന് ഡാൻസ് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നു എല്ലാം. പക്ഷേ ഈ കടിക്കുക, മേലുപദ്രവിക്കുക, അങ്ങനെയൊക്കെയുള്ള തരത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടില്ലേ? അല്ലാതെ ഇങ്ങനെ ഒരാൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ് കറക്റ്റ് കാര്യമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വീഡിയോ പ്രൈവറ്റ് ആക്കുകയും ചെയ്തു. പ്രൈവറ്റ് ആക്കിയതാണോ ഡിലീറ്റ് ആക്കിയതാണോ അറിയത്തില്ല. നോക്കിയപ്പോൾ കാണാനില്ല. പക്ഷെ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് ക്ലിപ്പുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പം ആ കുറച്ച് കൈയൊക്കെ ഇങ്ങനെ ഒക്കെ കാണിക്കുന്നുണ്ട്. കയ്യിലിവിടെ ഇങ്ങനെ കടിച്ചതിൻ്റെ പാടൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തോളത്തും ഒക്കെ കാണിക്കുന്നുണ്ട്. കണ്ടിട്ട് സങ്കടം തോന്നുന്നു. ബിഗ് ബോസ് പോയ സമയത്താണേലും എന്താ പറയുക, ചാച്ചനെ കുറിച്ച് പറഞ്ഞ സമയത്ത് മസ്താനിയുമായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഒരു പിങ്ക് കളറിലെ സാരിയൊക്കെ കൊടുത്ത് ഉള്ളൊരു നിൽക്കുന്ന ആ ഒരു സമയത്താണ്. അപ്പോൾ അവിടെ നിന്ന് എന്താ പറയുക, നമ്മുടെ നാഗവല്ലിയെ പോലെ കിടന്ന് ഉറഞ്ഞു തുള്ളുവാണ് ചെയ്യുന്നത്. കാര്യം എന്താ, ഇവർ തമ്മിലുള്ള ഇഷ്യൂ എന്താണെന്നൊന്നും നമുക്ക് അതിനകത്തൂടെ കുറച്ചൊക്കെ മനസ്സിലായി. പക്ഷെ ഇപ്പം അനീതിയുമായിട്ടുള്ള ഇഷ്യൂ എന്താണെന്ന് നമുക്ക് കറക്റ്റ് അറിയത്തില്ല. അഥവാ അനീതി എന്തെങ്കിലും മിസ്റ്റേക്ക് അബദ്ധത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ചാച്ചനുണ്ട്, അമ്മയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചേച്ചി എന്ന നിലയിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. അതുമാത്രമല്ല 18 വയസ്സ് തികഞ്ഞ ഒരു കുട്ടിയും കൂടാണ്. അതിൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ കാണും. നമുക്കൊരു കാര്യവും പിള്ളേരെ അടിച്ചേൽപ്പിക്കാനോ ഒന്നും പറ്റത്തുമില്ല. കുറെ പറഞ്ഞിട്ട് ഞാനിതൊക്കെ കുറെ പറഞ്ഞിട്ട് ഞാനിതൊക്കെ നോക്കി വീഡിയോ കണ്ടു മാത്രം എന്റെ ഉപദ്രവിച്ച് എന്റെ പേര് എന്റെ കഴിവ് കാണിച്ച് പറഞ്ഞു എന്നെ ഹോസ്പിറ്റലിൽ പോലെ കാണിക്കൊണ്ടുപോയില്ല. ചാച്ചനും ആരും എന്നെ ആശുപത്രി കൊണ്ടുപോകുന്നില്ല. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം? അപ്പം RJ ബിൻസി എല്ലാവരും കൂടെ ഒത്ത് കളിച്ചതാണോ? എന്താണ് ഇങ്ങനെ? അല്ലെങ്കിൽ നേരത്തെ മുതൽ ഇങ്ങനെ ആയിരുന്നു RJ ബിൻസിയുടെ ക്യാരക്ടർ. നമുക്ക് ഏകദേശം ബിഗ് ബോസ് വന്നതിന് ശേഷം നമുക്ക് മനസ്സിലായതാണ്. അത് നിങ്ങളുടെ മകള് തന്നെയല്ലേ, ഇളയ മകള് തന്നെയല്ലേ. അപ്പം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് തിരുത്താവുന്നല്ലേ ഉള്ളൂ. അതിന് പകരം ഇങ്ങനെ കടിക്കുക എന്നൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ പറഞ്ഞ് മാറ്റേണ്ടതല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് ആശുപത്രിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോകുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. കുട്ടി ഒന്ന് കരഞ്ഞ് പറയുന്നത് കണ്ടില്ലേ?
എന്നെ ഒന്ന് ആശുപത്രിയിൽ പോലും ആരും കൊണ്ടുപോകുന്നില്ല എന്ന്. അപ്പം അതിനർത്ഥം ആദ്യ ബിൻസിക്ക് കൂട്ടായിട്ട് ഈ അച്ഛനും അമ്മയും ഉണ്ടെന്നാണ്. ഞങ്ങൾ അങ്ങനെയാണോ വിചാരിക്കേണ്ടത്? അല്ല, ഈ ഇങ്ങനെ കടിക്കാനൊക്കെയുള്ള കാരണം എന്താണ്? ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, ഇപ്പം പറയേണ്ട പട്ടിയുടെ ജന്മം വല്ലതും ആണോ? അല്ല, ഇങ്ങനെ സാധാരണ പൂച്ച കളി തമാശ രീതിയിൽ പൂച്ച കടിക്കാറുണ്ട്, പട്ടിയും കടിക്കാറൊക്കെ ഉണ്ട്, അതൊക്കെ ഉള്ളതാണ്. പക്ഷെ മനുഷ്യരിങ്ങനെ കടിച്ച് ഉപദ്രവിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വേറെ തലത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. ഈ കുട്ടി കരഞ്ഞ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ആർജെ ബിൻസി ഓൾറെഡി ആ വീട്ടിലുണ്ട്. ആ സമയം പോലും ഒരു പാട്ടൊക്കെ ഇട്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ മൈൻഡ് സെറ്റ് എന്തായിരിക്കും? ഇത്ര ക്രൂവലായിട്ടുള്ള മൈൻഡ് സെറ്റ് വരിക എന്ന് പറഞ്ഞാൽ ആ പേരൻസും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇന്ന് ആ അനിയത്തി കൊച്ചിനെ ഉപദ്രവിച്ചു, നാളെ നിങ്ങളെ ഉപദ്രവിക്കത്തില്ലെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഉറപ്പ് പറയാൻ പറ്റുമോ? ആ അച്ഛനും അമ്മയ്ക്ക് അങ്ങനെ ഒരു ഉറപ്പ് തരാൻ പറ്റുമോ? അഥവാ എന്തേലും പറ്റിക്കഴിഞ്ഞിട്ട് അന്നേരം എന്തേലും വന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത് നമ്മളിപ്പോൾ ഏതൊരു കാര്യത്തിലാണേലും എല്ലാവരും കണ്ണടച്ച് വിടും. വിട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് അവസാനം വന്ന് പറയും എൻ്റെ മോൾ അവിടെ കിടന്ന് കുറേ അനുഭവിച്ചു, അങ്ങനെ ഇങ്ങനെ പല ഇഷ്യൂസും പല കാര്യങ്ങളും ന്യൂസിൽ കൂടെ നമ്മൾ കേൾക്കുന്നതാണ്, കാണുന്നതാണ്. അന്നേരം വന്ന് കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇപ്പം ആ കൊച്ചു കരഞ്ഞ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം പോലും ആർജെ ബിൻസി അവിടെ സുഖമായിട്ടിരുന്ന് വീഡിയോ കാണുക, പാട്ട് കേൾക്കുക, ഇതൊക്കെയാണ് പരിപാടി. കൊള്ളാം, നല്ല സൂപ്പർ ഫാമിലി. ഇവിടെ ഇപ്പം എനിക്ക് 2 മക്കളുണ്ട്. അതിൽ മൂത്തതിനെ ഞാൻ ചില സമയത്ത് ആവശ്യമില്ലാതെ ചെറിയ കുസൃതിത്തരം ഞാനും കാണിക്കാറുണ്ട്. കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കപ്പോൾ ആ ഒരു ഇത് അനിയൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് കിട്ടിയിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ ആ ഒരു എറേസ് ചെയ്ത് കളയുന്നത് ഇവനോട് വഴക്കുണ്ടാക്കി എടുത്തുകയാണ്. ഇവനോടൊപ്പം വഴക്കുണ്ടാക്കുന്ന സമയത്ത് ചുമ്മാ തമാശയ്ക്ക് കളിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പോലും ഇങ്ങനെ കടിക്കോ പിച്ചോ അല്ലെങ്കിൽ ഇങ്ങനൊന്നും നമ്മൾ ചെയ്യാറില്ല. സ്വന്തം മകനാണ്, നമുക്കറിയാം. നമ്മുടെ ആ ഒരു അനിയനോടുള്ള ആ സ്നേഹവും നമ്മൾ കാണിക്കാറുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന രീതിയിലാണ് ഞങ്ങൾ പോകുന്നത്. അവനെന്ത് വേണമെങ്കിലും എന്നോട് പറയാം, എനിക്കെന്ത് വേണമെങ്കിലും അവനോട് പറയാം. എന്നും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടാണേലും അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നോട് ഓപ്പണപ്പായിട്ട് തന്നെ പറയാറുണ്ട്. അത് ഞാൻ എന്തായാലും പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. പക്ഷെ എന്ത് കാര്യമാണേലും നമ്മുടെ വീട്ടിലുള്ള കാര്യം വീട്ടിൽ തന്നെ തീർക്കാനാണ് നമ്മൾ മാക്സിമം നോക്കേണ്ടത്. അതിങ്ങനെ വന്നിട്ട് സോഷ്യൽ മീഡിയ കൊണ്ടിടേണ്ട കാര്യം നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. അഥവാ നമ്മളിപ്പോൾ ഞാനാണെങ്കിലും ഇപ്പം എന്തെങ്കിലും ഒരു വീഡിയോ എന്തെങ്കിലും ഒരു ഇത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് അവരുടെ ആ ഒരു ആവശ്യപ്രകാരം മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഏത് കുടുംബമാണെങ്കിലും എവിടെ ആണെങ്കിലും ഏതൊക്കെ രീതിയിലെ പ്രശ്നങ്ങളുണ്ടോ ആ രീതിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും കാണും. ഇന്നിപ്പോൾ ഞാനും മോനും ചിലപ്പം വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ പോലും ഇവിടെ സൈലൻസ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ ആ ഒരു വിഷമം ചിലപ്പോൾ 2 അടി കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ പോലും നമുക്കത് താങ്ങാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ അനീതിയെ കടിച്ചു എന്ന് പറയുമ്പോൾ ആശുപത്രി പോലും കൊണ്ടുപോകാതിരിക്കുന്ന പേരൻസ് എന്ന് പറഞ്ഞാൽ ഈ ആർജെ ബിൻസി ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെന്ന് ഫേക്കായിട്ടുള്ള കാര്യങ്ങളാണ്. റീല് വേറെ, റീൽസ് വേറെ. ഫസ്റ്റ് നിങ്ങളത് മനസ്സിലാക്കുക. ഈ റീൽസിൽ കാണുന്ന എല്ലാ സ്നേഹബന്ധങ്ങളും സത്യമായിട്ടുള്ളതായിരിക്കത്തില്ല. അതിനൊരു ഉദാഹരണമാണ് ആർജെ ബിൻസി ഇവിടെ ഈ ഒരു ഇഷ്യൂ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പം വേണമെങ്കിൽ പറയാം ഇതും ഞങ്ങൾ തമാശയ്ക്കായിരിക്കാൻ ചെയ്തിരിക്കുക എന്ന് പറയാനുള്ള ചാൻസ് കൂടുതലാണ്. അവർ കളിച്ചിരിയായിട്ടും കാര്യങ്ങളുമായിട്ടൊക്കെ നടക്കുന്ന പല വീഡിയോസും നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇവിടെ ഫേക്ക് പേരൻറ്റിങ്, ഫേക്ക് സിസ്റ്റർ ലവ്, ഫേക്ക് കെയറിങ്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളാണ് വന്നേക്കുന്നത്. നമ്മൾ ഇപ്പം എനിക്ക് പറയാനുള്ളത് ഈ ഇപ്പോഴത്തെ പിള്ളേരുണ്ടല്ലോ, ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേർ ഇതാണ് ശരിക്കുമുള്ള ലവ് റിലേഷൻഷിപ്പ് ആണേലും അതിനകത്ത് കാണുന്നത്. ഇപ്പോൾ ഒരു വീഡിയോ കാണാം, അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് പോകുന്നവരുണ്ട്. സിസ്റ്റർ ലവ് ആണേലും സഹോദരിമാർ തമ്മിലുള്ള സ്നേഹബന്ധം ഇങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ അമ്മായിയമ്മ മരുമോൾ അങ്ങനെ ഒരു വെബ് സീരീസ് കാണുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. പലയിടത്തും പല രീതിയാണ്. നമുക്കത് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല.
എങ്ങനായിരിക്കും എന്നുള്ളത് അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. ഇവരൊക്കെ അൺഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ നമ്മൾ വെറുതെ കൊണ്ടുപോയി കുഴിയിലോട്ടിടുന്നതിന് തുല്യമാണ് ഇങ്ങനെയുള്ളവരെ ഫോളോ ചെയ്ത് പോകുക എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് എത്ര മാത്രമേ പറയാനുള്ളൂ. നമ്മൾ ഒരാളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ നമ്മൾ അതുപോലെ ആകണം നമ്മുടെ ലൈഫും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു റൈറ്റ് പേഴ്സണെ നമ്മൾ ചൂസ് ചെയ്യുക. ഇങ്ങനെയുള്ള ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് കാണിക്കുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യാതെ റിയലായിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പുറകെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് പുതിയൊരു വിശേഷമായിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം. ടാറ്റാ.